തലസ്ഥാന നഗരിയെ നടുക്കിയ നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകം കേരള മനസ്സാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ചു. അമ്മ അഖിലയുടെയും രണ്ടാനച്ഛൻ അഷ്കറിന്റെയും ക്രൂരതകൾക്ക് ഇരയായി ആ പിഞ്ചുകുഞ്ഞ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങുമ്പോൾ പുറത്തുവരുന്നത് മനുഷ്യത്വരഹിതമായ പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുകളും ശരീരത്തിലാകെ സിഗരറ്റ് ഉപയോഗിച്ച് പൊള്ളിച്ച പാടുകളും ഉൾപ്പെടെ 51 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. നിരന്തരമായ മർദ്ദനവും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് മരണകാരണമെന്ന് വ്യക്തമാകുമ്പോൾ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന അമ്മയുടെയും രണ്ടാനച്ഛന്റെയും വികൃത മനസ്സുകൂടിയാണ് ഇവിടെ തുറന്നു കാണിക്കപ്പെടുന്നത്. മുറിവേൽപ്പിച്ച പ്രതികൾ കാലുകളിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സിഗരറ്റ് കുറ്റി ഉപയോഗിച്ച് പൊള്ളിച്ചു എന്നാണ് പ്രാഥമികമായ നിഗമനം. അഷ്കർ ചോറ് കൊടുക്കുന്നതിനിടയിൽ കുഞ്ഞ് ഛർദ്ദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരണം സംഭവിക്കുന്നത്. എന്നാൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു മരണമല്ല, മറിച്ച് ദിവസങ്ങളോളം, മാസങ്ങളോളം അതിക്രൂരമായ പീഡനങ്ങളുടെ ഒടുവിലത്തെ അധ്യായമായിരുന്നു. 1 മാസം മുൻപ് കുഞ്ഞിന്റെ കൈ അഷ്കർ തല്ലി ഓടിച്ചിരുന്നുവെന്ന ബന്ധുക്കളുടെ പരാതിയും ശരീരത്തിൽ 2 ദിവസം മുൻപുണ്ടായ മർദ്ദനത്തിന്റെ പാടുകളുണ്ടെന്ന ഇൻക്വസ് റിപ്പോർട്ടും ഇതിന് അടിവരയിടുന്നു. കുഞ്ഞ് ക്രൂരമായി മർദ്ദിക്കപ്പെടുമ്പോൾ അമ്മ അഖില തമിഴ്നാട്ടിൽ ഒരു നൃത്ത പരിപാടിക്ക് പോയിരിക്കുകയായിരുന്നു. ഈ പിഞ്ചുകുഞ്ഞിന്റെ ദുരന്ത ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് അർഷിദിന്റെ സ്വന്തം അച്ഛന്റെ മരണത്തോടെയാണ്. അച്ഛന്റെ വിയോഗത്തിന് ശേഷം അഖില കുഞ്ഞുമായി അച്ഛന്റെ വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ തുടങ്ങി. പിന്നീട് അഷ്കറുമായി അടുത്തതോടെ ഇയാളുടെ വീട്ടിലേക്ക് താമസം മാറി. എന്നാൽ അഷ്കറിന്റെ പീഡനങ്ങളും അവഗണനയും കൂടിയായതോടെ അവിടെ നിന്ന് മാറി ഇരുവരും കരിക്കുഴിയിൽ ഒരു വാടക വീട് എടുത്തു. ഇക്കാലയളവിലാണ് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഇരുവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ അമ്മ തൊട്ടിലിൽ കുഞ്ഞിനെ കൊണ്ടുപോയി ഉപേക്ഷിക്കാനും തീവ്ര ശ്രമം നടത്തിയിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുഞ്ഞ് നേരിടുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കിയ അർഷിദിന്റെ ആദ്യ അച്ഛന്റെ വീട്ടുകാർ കുട്ടിയെ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ശ്രമങ്ങൾ നടത്തിയിരുന്നു. അഖില കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ലെന്നും അഷ്കർ മർദ്ദിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയാണ് അവർ രംഗത്ത് വന്നത്. ഇതിനിടെ അഖിലയുടെ ബന്ധുക്കളുമായി ഇവർ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. കുഞ്ഞിന്റെ സുരക്ഷിതത്വം മുൻനിർത്തി അവനെ അച്ഛന്റെ വീട്ടുകാർക്ക് കൈമാറാമെന്ന് അഖിലയുടെ ബന്ധുക്കൾ സമ്മതിക്കുകയും ചർച്ചകൾ അനുകൂലമായി പൂർത്തിയാവുകയും ചെയ്തതാണ്. എന്നാൽ ആ കൈമാറ്റം നടക്കുന്നതിന് തൊട്ടു മുൻപ് കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് രണ്ടാനച്ഛന്റെ അന്തിമ പ്രഹരമേൽപ്പിച്ചു. കുഞ്ഞിന്റെ മരണത്തിന് പിന്നാലെ അഖിലയുടെ അമ്മയും കുട്ടിയുടെ ആദ്യ അച്ഛനും ചേർന്നാണ് പ്രതികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകിയത്.